2024, organized by the prestigious Ramavarma Union Club, Kottayam, in association with the Ramavarma Water Sports Complex, Kumaragam. കുമരകം രാമവർമ്മ ക്ലബ്ബിൽ ഈ കൊല്ലം 2024 നടന്ന ബോട്ട് റേസിൽ ഞങ്ങളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ഒരു ലൈഫിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മൾ ബോട്ട് ലൈഫ് എന്ന് പറയാറുണ്ട്, പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മതി, അതിൽ ബോട്ട് ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ സ്പീഡ് ഒഴിച്ച് ബാക്കി ഏതൊരു മേഖലയിലും കൈവച്ചിരിക്കുന്ന ഒരു ബോട്ടാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചീറിപ്പായുന്ന ഞങ്ങളുടെ സ്വന്തം ബോട്ട്. കഴിഞ്ഞ കൊല്ലം രാമവർമ്മ ക്ലബ്ബിൽ മത്സരം കാണാൻ പോയപ്പോൾ തോന്നിയ ഒരാശയം, ഇതിലേക്കെത്താൻ ഇതുവരെയും ഞങ്ങളുടെ ബോട്ട് എത്തപ്പെടാത്ത അത്രയും വേഗതയിലേക്കെത്താൻ ഞങ്ങൾക്ക് കുറച്ചധികം പണിപ്പെടേണ്ടി വന്നു. അതിലേക്ക് പോകും മുമ്പ് ഞങ്ങളുടെ ബോട്ട് ലൈഫ് എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് എന്നൊരു ചെറിയൊരു ആമുഖം, അതിലേക്കൊന്ന് പോയിട്ട് വരാം. കേരളത്തിൽ കപ്പൽ കയറി ആദ്യമായി പറങ്കികളല്ലേ വന്നത്, അത് കാരണം പറങ്കി മാങ്ങയിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മുടെ ബോട്ട് ലൈഫിൻ്റെ ഒരു ചെറിയ ആമുഖം. ബോട്ട് എന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ബോട്ട്. ഡൈവിംഗ് പർപ്പസ് മുതൽ എൻ്റെ മക്കളുമൊത്തുള്ള ഉല്ലാസ യാത്രകൾ വരെ ഈ ബോട്ടിൽ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്, കാരണം ഞങ്ങളുടെ ബ്ലഡിൽ അതാണ്. പിന്നെ പുഴയിലേക്ക് തള്ളി നീക്കുന്ന പല കായികനികളും രാവും പകലും മീൻപിടുത്തവും അതേപോലെ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായി തളർന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയുടെ മാറത്ത് കിടക്കുന്ന പോലെ തന്നെ ആ ബോട്ടിൽ കഴിച്ചു കൂട്ടിയ രാത്രികൾക്ക് കണക്കില്ല. ഭക്ഷണം പാകം ചെയ്യുവാനും ഇടിവെട്ടുള്ള സമയങ്ങളിലും അതേപോലെ കുത്തിയൊലിക്കുന്ന വെള്ളച്ചാലുകളിലും അങ്ങനെ ഈ ബോട്ടിനെ ഉപയോഗിച്ച സ്ഥലങ്ങൾ ഒന്നുമായി ഒരു ബന്ധവുമില്ലാത്ത പല സാഹചര്യങ്ങളിലൂടെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങളുടെ ഭാരം ഇറക്കി വെച്ച് അവനെ മേയാൻ വിടും. ഒപ്പം പശുവിനെ കെട്ടിക്കൊണ്ടു പോകുന്ന പോലെ ഒരിക്കലും ഒരു ബോട്ട് ചെല്ലില്ല എന്ന് പറയുന്ന പല സ്ഥലങ്ങളും ഞങ്ങൾ എത്തിപ്പെടാറുണ്ട്. അതിനെല്ലാത്തിനും ഞങ്ങളുടെ കൂടെ കട്ടയ്ക്കുള്ളത് ഈ ബോട്ട് തന്നെയാണ്. പലപ്പോഴും പലരെയും മീൻ പിടിപ്പിച്ച് അമ്പരപ്പെടുത്താനും ഈ ബോട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ബോട്ടിനോടുള്ള സ്നേഹം മൂത്ത് പലരും ഈ ബോട്ട് കാണാനായി പല നാടുകളിൽ നിന്നും വരാറുണ്ട്. കാഴ്ചക്കാർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും ഞങ്ങളെ ഈ ബോട്ട് കൊണ്ടുപോയിട്ടുമുണ്ട്. നാളിതുവരെയും കാലാവസ്ഥ നോക്കാതെ മീൻ പിടിക്കാൻ പോകാനുള്ള ധൈര്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇവൻ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഏത് പണി പറഞ്ഞാലും കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഇവനോടൊപ്പം എവിടെ പോയാലും വഴിയിൽ കിടക്കില്ല. അതുമാത്രമല്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കുകയില്ല. നാളിതുവരെയും പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവൻ്റെ നിഘണ്ടുവിലില്ല. ഇനി അഥവാ ഇവൻ പെട്ടുപോയാൽ ഞങ്ങളിറങ്ങും വെള്ളത്തിൽ. ഞങ്ങളും ഇവനും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ കാലാവസ്ഥയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കാർക്കും പ്രശ്നമല്ല. ധൈര്യമായി മുമ്പോട്ട് തന്നെ. ഇടിവെട്ടിനെ മാത്രം ഞങ്ങൾ കുളിച്ചൊരുങ്ങുന്ന പോലെ അവനെയും സൂക്ഷിക്കാറുണ്ട്, വൃത്തിയായി തന്നെ. അത് വല്ലപ്പോഴുമാണെങ്കിലും അത് ചെയ്യുമ്പോൾ വളരെ വൃത്തിക്ക് ചെയ്ത് സംരക്ഷിക്കാറുണ്ട്. അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രയാണത്തിന് വേണ്ടി വീണ്ടും സജ്ജമാക്കും. ഞങ്ങളുടെ ഈ ബോട്ടിന് ജീവനില്ല എന്ന് ഞങ്ങൾക്കൊരിക്കൽ പോലും തോന്നിയിട്ടില്ല. ഈ കൊല്ലം വേഗതയുടെ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ചെറുതായി മോടി പിടിപ്പിക്കണമെന്ന് മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യമായി നമ്മളെ കൈകോർത്ത് പിടിച്ചത് തൊഹാസു എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, നിസാൻ്റെ മദർ ബ്രാൻഡാണ്. പിന്നെ അതുകൂടാതെ ഫൺ വെൻഡർ എന്ന് പറയുന്ന നമ്മുടെ മാളുകളിലൊക്കെ വരുന്ന ഗെയിം സോണുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനി, അദ്ദേഹവും നമുക്ക് കട്ടയ്ക്ക് കൂടെ നിന്നു. അപ്പോൾ തൊഹാസുവിൻ്റെ ബാനറിലാവട്ടെ ഈ കൊല്ലത്തെ നമ്മുടെ മത്സരം, കാരണം നമുക്ക് എൻജിൻ സ്പോൺസർ ചെയ്തത് അവർ തന്നെയാട്ടോ. സാധാരണ നമ്മൾ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന എൻജിനല്ല ഈ മത്സരത്തിന് ഹൈ സ്പീഡ് റേസുകൾക്ക് ഉപകരിക്കുന്നത്. അത് കാരണം ഞങ്ങളുടെ ബോട്ടിനെ പണിയെടുപ്പിക്കാനായി ഞങ്ങൾ 50 HP തൊഹാസുവിൻ്റെ എൻജിനാണ് സെലക്ട് ചെയ്തത്. ചോദിച്ച പോലെ തന്നെ തൊഹാസു കമ്പനി അത് വിട്ടു നൽകുകയും ചെയ്തു. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചേക്കാം, ഇത്രയേറെ അഭ്യാസം കാണിച്ചിട്ട് മത്സരത്തിന് പോകുമ്പോൾ ഞങ്ങളെന്തോ വലിയ മലമറിക്കുമെന്നുള്ള തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സാവകാശം എന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് കിട്ടിയതേയില്ല. പിറ്റേ ദിവസം റേസാണ്, നല്ല മഴയുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻജിൻ മാറ്റി കയറ്റണം, അതേപോലെ തന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്യണം, ഇറങ്ങുമ്പോൾ ഒന്ന് കളറാവണമെന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ബോട്ട് കൊണ്ടുവന്ന കാലം മുതൽ ഉള്ള ആഗ്രഹമായിരുന്നു ഇവനെ ഒന്ന് തുണിയുടിപ്പിച്ച് ഇതേപോലെ ഒന്ന് സുന്ദരനാക്കുക എന്നുള്ളത്. എക്സൈറ്റ്മെൻറ്റിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞ പല പണികളും ഞങ്ങളവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം പോലും നേരത്തിന് കഴിക്കാതെ ഞങ്ങളെല്ലാവരും നല്ല ക്ഷീണിതരാണ്. പക്ഷേ എക്സൈറ്റ്മെൻറ്റിൻ്റെ അഡ്രിനാലിൻ പമ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളാരും അത് പ്രകടിപ്പിക്കുന്നില്ലായിരുന്നു.
ഇൻസ്റ്റഗ്രാമിൽ ഇൻസാം വ്ളോഗ്സ് ഫോളോ ചെയ്യുന്നവർ കണ്ടു കാണും. പുതിയൊരു എൻജിൻ, ചീറിപ്പായുന്ന എൻജിനും അതിൻ്റെ സ്പീഡ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എൻജിൻ ഇതാണ്. 30 HP തൊഹാസുവിൻ്റെ EFI, ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടിയ ഒരു എൻജിൻ. നമ്മുടെ ബോട്ടിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഗംഭീരമായ പെർഫോമൻസ് നൽകാൻ കപ്പാസിറ്റിയുള്ള ഒരു എൻജിൻ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പീഡും കിട്ടുന്നുണ്ട്. സ്പീഡിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിസാം വ്ളോഗ്സ് എന്ന് പറഞ്ഞ നമ്മുടെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ റൺ പോലെ ഇപ്പോൾ ഓടിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് റേസിന് പോകാൻ ഈ എൻജിൻ്റെ കെൽപ്പ് മതിയാവുന്നതല്ല. കാരണം ഈ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പോയിട്ട് ഈ 30 HP എടുത്തിട്ട് അവിടെ പ്രത്യേകിച്ച് വലിയ മാജിക് ഒന്നും കാണിക്കാനില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഓടിയെത്താമെന്നല്ലാതെ ഒരു സമ്മാനാർഹമായ ഒരു പെർഫോമൻസ് നൽകാനും മാത്രം കെൽപ്പ് ഈ എൻജിനില്ല. അപ്പോൾ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പുതിയ ഒരു ബ്രാൻഡ് ന്യൂ ഒരു 2 സ്ട്രോക്ക് തൊഹാസ്തു, അതും വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു ഐക്കോണിക് എൻജിനാട്ടോ ഈ തൊഹാസ്തുവിൻ്റെ 50 HP എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ഞങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അതിനും തൊഹാസ്തു എന്ന് പറഞ്ഞ കമ്പനി നമ്മളെ ഒരുപാടധികം സപ്പോർട്ട് ചെയ്തു. ഇത് ശരിക്കും ഒരു ഫിഷർമാൻ എൻജിനാണ്. നമ്മൾ ശരിക്കും റൈസിന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ്. അല്ലാതെ സ്ഥിരമായിട്ട് ബോട്ടിൽ വെക്കാനോ അല്ലെങ്കിൽ ഇവൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി വെച്ചിട്ട് നമുക്ക് ബോട്ടിൽ നടന്ന് നമ്മുടെ ഡേ ടു ഡേ ബോട്ട് ലൈഫ് എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു സാധനമല്ല. ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്ന എൻജിനാണ്. അപ്പോൾ എൻജിനുകളെക്കുറിച്ചൊക്കെ അറിയാനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. കാരണം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ വരും എപ്പിസോഡുകളിൽ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതേപോലെ ഒട്ടനവധി എൻജിനുകളുടെ കമ്പാരിസൺ വീഡിയോയും പിന്നെ ഇത് ഉപയോഗിച്ചിട്ടിരിക്കുന്ന യഥാർത്ഥ ഫിഷർമാൻ്റെ റിവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്. ഇതൊക്കെ പറയാൻ കാരണം ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ്. എന്തായാലും ഇത് കുറച്ച് പുറകോട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഇങ്ങനെ ഒരു എൻജിൻ ഞങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബോട്ടും ഇത്രയും വലിയൊരു എൻജിൻ അല്ലെങ്കിൽ ഒരു 50 HP എൻജിൻ 2 സ്ട്രോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ ഓരോ പാർട്സും ഒക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഹൈലി ഡ്യൂറബിളായിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു സീരീസാണ് ഈ തൊഹാസുവിൻ്റെ എവർ റൺ എന്ന് പറഞ്ഞ്. കാര്യം ഇതിൻ്റെ തൊട്ടടുത്തുള്ള കോമ്പറ്റീറ്റർ ആയിട്ടുള്ള പല ബ്രാൻഡുകളുമായിട്ട് കിടപിടിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചേക്കുന്ന ഒരു സാധനമാണ്. പൊതുവേ ഈ ഫിഷർമാനൊക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര റഫായിട്ടുള്ള യൂസായിരിക്കും. അങ്ങനെ ഒരു റഫ് യൂസേജിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ എൻജിൻ. 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടാത്തതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമരകം ബോട്ട് ക്ലബ്ബിൽ നടക്കുന്ന ബോട്ട് റേസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. നമ്മളപ്പോൾ ബ്രാൻഡ് ന്യൂ തൊഹാസുവിൻ്റെ 50 HP ആട്ടോ ഈ തവണ റേസിന് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അക്രമ സീരീസാണ്. ഇന്നിപ്പോൾ വേൾഡിൽ കിട്ടുന്നതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു 2 സ്ട്രോക്ക് എൻജിനാണ്. അപ്പോൾ ടില്ലർ ഹാൻഡിൽ വെർഷനിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിനായുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അത് കാരണമാണ് 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും നമുക്ക് ഇടാൻ പറ്റായിരുന്നത്. എൻജിൻ ഇൻസ്റ്റാളേഷനും മറ്റു കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. കാരണം ട്രില്ലർ ഹാൻഡിൽ വെർഷനിൽ ഇറങ്ങുമ്പോഴത്തേക്കും എൻജിൻ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താൽ മതി. ഏകദേശം 72 കിലോയാണ് ഈ എൻജിൻ്റെ വെയിറ്റ് വരുന്നത്. അതേപോലെ CC പറയുകയാണെങ്കിൽ 695 CC ആണ് ഈ എൻജിൻ വരുന്നത്. അതേപോലെ HP 50 HP. ഒരു 20 HP മേളിലോട്ടുള്ള എൻജിനുകൾ വരുമ്പോഴത്തേക്കും ഒരിക്കലും ബോട്ടിൽ അത് വെറുതെ വെച്ച് ഹാൻഡ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സേഫായിട്ട് ഓടിക്കാമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും പവർഫുള്ളായിട്ടുള്ള എൻജിൻ്റെ ട്രസ്റ്റിനെ താങ്ങുന്നതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊന്ന് ടിൽറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ എൻജിൻ ചിലപ്പോൾ ബോട്ടിൽ നിന്ന് ഊരി തെറിച്ച് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കാരണം എൻജിൻ ഫിക്സ് ചെയ്യുന്നതിൽ ഞങ്ങളുടേതായ ചെറിയ പൊടിക്കൈകൾ ഞങ്ങൾ ചെയ്തു. വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് വലിയ ട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് അതിൻ്റെ പുറത്ത് വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് ഞങ്ങൾ എൻജിൻ മോൾഡ് ചെയ്തു. ഒപ്പം ബോൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, ട്രാൻസ്ഫോ ആയിട്ട് എൻജിൻ ബോൾട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഒരു 100% സേഫ്റ്റി. അതിന് സാധാരണഗതിയിൽ എല്ലാ എൻജിനുകൾക്കും 4 ബോൾട്ടിംഗ് ആണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ നന്നായി രീതിയിൽ ടൈറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു 2 ബോൾട്ടേൽ നിർത്താൻ ഞങ്ങൾ ശ്രമിച്ചു. പിന്നെ എൻജിൻ്റെ അകം കാണുമ്പോൾ ഏകദേശം ഇതേപോലെയാണ് കാണുന്നത്. 3 സ്പാർക്ക് പ്ലഗുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കാർബറേറ്റർ വെർഷനാണ്.
അതേപോലെ തന്നെ 3 സിലിണ്ടറിൽ വരുന്ന ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ ബ്ലോക്കിൽ തന്നെയാണ് 40 HP വരുന്നത്. പക്ഷേ നമ്മൾ 50 ആണ് എടുത്തേക്കുന്നത്. ഈ 40 HP 50 HP തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അതേപോലെ കാർബറേറ്റർ എടുത്ത് നോക്കിയാലും അതും 3 എണ്ണം തന്നെയുണ്ട്. പിന്നെ എഞ്ചിൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എഞ്ചിൻ്റെ ബിൽട്ട് ഭയങ്കര സോളിഡാണ്. പിന്നെ എഞ്ചിൻ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ബോട്ടിൻ്റെ സെൻട്രലൈസ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സസൂക്ഷ്മം ചെയ്യേണ്ടതാണ്. കാരണം അത് റണ്ണിൽ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇൻ കേസ് ഇത് റേസ് ഒന്നും അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓരോ കാര്യങ്ങളും നമുക്ക് പുതിയ പുതിയ ഇൻഫർമേഷനുകളാണ്. ഓരോന്നും ചെയ്തു വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ ഞാൻ എഞ്ചിൻ മോൾഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ടില്ലർ ഹാൻഡിൽ വെർഷനിൽ എപ്പോഴും ഡ്രൈവർ റൈറ്റ് സൈഡിൽ ഇടുന്ന ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി ലെഫ്റ്റിലേക്ക് മാറ്റി തള്ളി വെക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് 2 പാസഞ്ചേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് കാരണം സെൻട്രലൈസ് ചെയ്തൊക്കെയാണ്. അതേപോലെ തന്നെ ബോൾട്ട് ചെയ്യാൻ ഞങ്ങൾ ചൂസ് ചെയ്തത് മുകളിലും താഴെയായിട്ട് 2 ബോൾട്ടിങ് ഓപ്ഷനുണ്ട്. ഞങ്ങൾ താഴെ മാത്രമേ ബോൾട്ടിങ് ചെയ്തുള്ളൂ. അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത്രയും രാത്രിയായി. എൻ്റെ ഇടയ്ക്ക് ബിറ്റ് ഒടിഞ്ഞു പോയി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ശരിക്കും പിറ്റേ ദിവസം റേസ് ഉള്ളപ്പോഴത്തേക്ക് ഈ എൻജിൻ ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് രാത്രി 10 മണിക്കാണ്. ടോർച്ച് കത്തിച്ച് പിടിച്ചിട്ടാണ് ഈ എൻജിൻ എങ്ങനെയുണ്ടെന്ന്. മഴക്കാലമായത് കാരണം പുഴയും അത്യാവശ്യം വയലൻ്റാണ്. തടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാത്രി ഒഴുകി വരും. അപ്പോൾ അമ്മി നിന്ന് ടോർച്ച് അടിച്ച് കാണിച്ചു. ഞങ്ങളൊന്ന് ചുമ്മാ ഒന്നൊരു ട്രയൽ നോക്കി. ഒരുപാട് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ത്രില്ലടിച്ച് ചെയ്യുന്ന ഒരു ട്രയലാണ്. ഇതിൻ്റെയൊക്കെ ഫീല് ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവൂ. നിങ്ങളിലേക്ക് അത് എത്രത്തോളം വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. ഒരുപക്ഷെ നാളെ നിങ്ങൾക്കും ഇതുപോലെയുള്ള ആഗ്രഹങ്ങളോടൊക്കെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ പിടി കിട്ടിയേക്കാം ഈ സന്തോഷം. എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാം. നമ്മുടെ ബോട്ട് മാത്രമല്ല, വേറെ ഒരുപാട് ബോട്ടുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഇന്ന് തരും. കുമരകം രാമവർമ്മ ക്ലബിൻ്റെ വാട്ടർ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധഭൂമി പോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ കൊല്ലവും ഇതിൽ നിന്ന് ഒട്ടും വേറിട്ട രീതിയല്ലായിരുന്നു ഈ കൊല്ലവും. അതേപോലെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീ വാസവൻ സാറാണ്. അപ്പോൾ വാസവൻ സാറ് തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് ബോട്ടുകൾ, ഒരുപാട് ബ്രാൻഡുകളുടെ ബോട്ടുകളെയൊക്കെ വളരെ അടുത്തറിയാൻ ഇതേപോലെയുള്ള റേസുകളൊക്കെ സഹായിക്കും കേട്ടോ. കാരണം ഈ റേസിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. അത് സമ്മാനദാനത്തിൻ്റെ ഭാഗം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങൾ വാസവൻ സാറ് ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു ട്രാക്കിൽ കൂടി ഒരു ട്രയൽ റൺ പോകുന്നതാണ്. ഇത് പോകുന്നത് നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള റേസ് ഭ്രാന്തനായിട്ടുള്ള സാം കുര്യൻ്റെ ബോട്ടിലാണ്. ഈ സാം കുര്യൻ്റെ ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഐക്കോണിക് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഫോട്ടോ സെഷനിലും ഒക്കെ നോക്കുന്ന ഒരു ബോട്ടാണ്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു കിടിലം ബോട്ടാണ്. എല്ലാവരുടെയും കണ്ണുടക്കുന്ന തരത്തിലുള്ള ഒരു ബോട്ടാണ്. ഈ ബോട്ടിലാണ് കഴിഞ്ഞ ലാസ്റ്റ് റേസിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും വേറൊരു റോങ് ടിൽറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ബോട്ടിൻ്റെ എൻജിനിലേക്ക് വന്ന് വേറൊരു ബോട്ട് ഇടിച്ച് കയറുന്നതും ഒക്കെ. ട്രാക്ക് ഓടുന്ന ട്രയൽ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ഇനീഷ്യൽ പിക്കപ്പ് ഞങ്ങളുടേത് വളരെ കൂടുതലായിരുന്നു. ഒരുപക്ഷെ അവിടെ വന്ന ബോട്ടുകളിൽ വെച്ച് ഏറ്റവും മികച്ച ഇനീഷ്യൽ പിക്കപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ റണ്ണിങ് സ്പീഡിൽ ഞങ്ങൾ അത്ര പോരാ. അത് ഞങ്ങളുടെ ആദ്യത്തെ റേസാണ്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ കുറവും ഉണ്ടായിരുന്നു. കുറച്ചും കൂടിയും ബെറ്റർ ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാമെന്ന് പിന്നീട് റേസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായി. ഇതിലെ രസകരമായ സംഭവം എന്തെന്നാൽ ടില്ലർ ഹാൻഡിൽ വെർഷനിൽ അവിടെ ബോട്ട് റേസിൽ വന്ന ഒരേ ഒരു വ്യക്തി ഞങ്ങളായിരുന്നു. അവിടെ ഏറെക്കുറെ ആൾക്കാരും റേസ് കാണാൻ വരുന്നത് പുതിയ ബോട്ടുകളെക്കുറിച്ചും അവിടെയുള്ള ഓരോ ബോട്ടുകളുടെ പ്രത്യേകതകളും കൂടുതൽ നോക്കി അടുത്ത് കാണുവാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ കുറച്ച് വൈകിട്ടാണെങ്കിലും ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട്. സാധാരണഗതിയിൽ ഞാൻ ഇതേപോലെയുള്ള വീഡിയോ കവർ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഫ്രീ ആയിരിക്കും. ഇത്തവണ റേസിന് ഇറങ്ങുന്നത് കാരണം നമുക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. പിന്നെ ഇത്തവണ അവിടെ റേസ് ഓർഗനൈസ് ചെയ്തത് വീട്ടൽ റേസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. കഴിഞ്ഞ തവണത്തതിൽ നിന്ന് വേറിട്ട രീതിയിൽ ഈ തവണ നല്ല ക്യാമറ വർക്കുകളും അതേപോലെ ഡ്രോണുകളും എല്ലാം ചീറിപ്പായുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല രീതിയിലുള്ള വീഡിയോകൾ പലരും പുറത്തോട്ട് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരിടത്തും കാണാനിടയായില്ല. അപ്പോൾ ഇത് എല്ലാവരുടെയും ഒരു സന്തോഷത്തിനായിട്ട് ഇങ്ങനെ ഒരു റേസ് സംഘടിപ്പിച്ചതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ തവണ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പലതും നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ സാധിക്കാതെ പോകുന്നത്
കൊണ്ടുവരുന്നതും വയ്യ വേളയിൽ ഇതേപോലത്തെ ഒരു വീഡിയോ കൊണ്ടുവരുന്നതും പല വീഡിയോയുടെ പല ഘട്ടങ്ങളും എടുത്തിരിക്കുന്നത് ചിത്രീകരിച്ചേക്കുന്നവരിൽ നിന്ന് ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒട്ടനവധി കാറ്റഗറികളിലായി നടന്നിരുന്ന മത്സരം മുഴുവൻ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ബോറിംഗ് ആയി തോന്നിയേക്കാം. കാരണം എല്ലാം ഒരു 4 കിലോമീറ്റർ റേഡിയസ് ചുറ്റളവിലാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. അപ്പോൾ ഒരു ഡ്രോണിൻ്റെ സഹായത്തോടു കൂടി അല്ലാതെ ഈ റേസ് മൊത്തം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അസാധ്യകരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത്രയും നല്ല ക്യാമറ വർക്കുകളുടെ സഹായവും നമുക്ക് ഇതേപോലത്തെ റേസ് ചിത്രീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായുണ്ട്. തുടക്കത്തിലെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ തവണത്തെ റേസിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ടെന്ന്. അതിൽ ചില പ്രത്യേകതകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ് ടു 40 HP, അതായത് 40 HP-യും അതിന് താഴെയുമുള്ള ഏതൊരു വിഭാഗക്കാർക്കും അപ് ടു 40 HP കാറ്റഗറിയിൽ മത്സരിക്കാം. അതുപോലെ തന്നെ അപ് ടു 50 HP, അതായത് ഈ 40 HP-യിലുള്ള അതേ ബോട്ടുകൾ കൊണ്ട് വേണമെങ്കിൽ 50 HP-യിലും മത്സരിക്കാം. പിന്നെ അപ് ടു 60 HP, അപ് ടു 70 HP ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ് ടു 90 HP, പിന്നെ അപ് ടു 120 HP, പിന്നെ 150 HP, പിന്നെ 200 ആൻഡ് എബോവ്. ഇതിൽ ഒരു കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാകുമായിരുന്നു, ഇതിൽ സമ്മാനാർഹർ അതിന് വേണ്ടിയിട്ട് കൃത്യമായി പണിയെടുത്തിട്ട് തന്നെയാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. കാരണം ഇതിൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണയും സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയവർ. ഇവരിൽ ആരും തന്നെ ഭാഗ്യം കൊണ്ട് സമ്മാനം കിട്ടിയതാണെന്ന് ഒരിക്കലും അവകാശപ്പെടാനാവില്ല. ശരിക്കും ഇതിൻ്റെ പിന്നിൽ ചില ടീം വർക്കുകളുണ്ട്, ചില എൻജിൻ സ്പെസിഫിക്കേഷനിൽ ചില ഓൾട്ടർനേഷനുകളുണ്ട്. അതേപോലെ പ്രൊപ്പല്ലറിൻ്റെ പിച്ചുകളും കൃത്യമായ ധാരണയോടുകൂടി പറഞ്ഞുറപ്പിച്ച് മെക്കാനിക്ക് സഹിതം വന്ന് അവിടെ മത്സരത്തിൽ സമ്മാനർഹരായവരാണ് ഭൂരിഭാഗവും. ഒരു കാട്ടിലെ ബിഗ് ക്യാറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഗ്രൂപ്പിലെ ബിഗ് ക്യാറ്റ്സുകളുടെ മത്സരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ സാം കുര്യൻ തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ കൊല്ലവും ജേതാവ്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസ് ലെവലിലുള്ള കാറ്റഗറിയായ 40 HP-യെ തോൽപ്പിച്ചത് 30 HP എൻജിൻ ഘടിപ്പിച്ച ഒരു ബോട്ടായിരുന്നു. ഇനി അതിലും രസകരമായ കാര്യം, 50 HP കാറ്റഗറിയിൽ വിജയിച്ച അതേ 50 HP വെച്ചിട്ടാണ് 60 HP കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ കൊല്ലവും അതേ സെയിം ബോട്ട് തന്നെ സമ്മാനം നിലനിർത്തി. എന്തുകൊണ്ട് ഒരു 50 HP കൊണ്ട് അതിൻ്റെ ഹയർ ക്ലാസ്സിലുള്ള ബോട്ടുകളെ തോൽപ്പിക്കാൻ സാധിക്കുന്നു? അതിൻ്റെ പിന്നിൽ കൃത്യമായ പഠനവും സയൻസും ആപ്ലിക്കബിളാണ്. ഇടയ്ക്ക് എവിടെന്നോ കടന്നു വന്ന ഇൻബോർഡ് എൻജിൻ പിടിപ്പിച്ച ബേലൈനർ അത് എല്ലാവരുടെയും ഒരു നോട്ടത്തിനിടയാക്കി. ഫോർട്ടി HP കാറ്റഗറിയിൽ 3ാം സമ്മാനം മേടിച്ച ചേച്ചിയെ കണ്ടില്ലേ? ഇതിനൊക്കെയല്ലേ പാഷൻ എന്ന് പറയുന്നത്. ചെറിയ എൻജിൻ പിടിപ്പിച്ചിട്ട് വലിയ എൻജിനുകളെ തോൽപ്പിച്ച സമ്മാനാർഹരോട് എനിക്കെന്തോ വല്ലാത്തൊരു എൻജിനീയറിങ്ങിൻ്റെയും സയൻസിൻ്റെയും മാത്രം വിജയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 30 HP എൻജിൻ വെച്ചിട്ടാണ് പിന്നാലെ ഓടി വരുന്ന 40 HP-യെ തോൽപ്പിച്ച് ആ ചേട്ടൻ മുമ്പോട്ട് പോയത്. Second place goes to Mr. Alex Matthew. The first place goes to Mr. Rohit. ഈ ബോട്ട് കൊണ്ടും അതേപോലെ തന്നെ ഒരു മാജിക്ക് സംഭവിച്ചായിരുന്നു. അതായത് 115 HP കാറ്റഗറിയിൽ നിന്നുകൊണ്ട് 120 HP കാറ്റഗറിയും അതേപോലെ തന്നെ 150 HP കാറ്റഗറിയും അടിച്ച ബോട്ടാണ്. എന്തായാലും വള്ളംകളിയുടെ അത്ര മത്സരച്ചൂട് എനിക്കിവിടെ അനുഭവപ്പെട്ടിട്ടില്ലെങ്കിലും വരും നാളുകളിൽ നടക്കുന്ന മത്സരങ്ങളിൽ അതിനേക്കാൾ ഏറിയ വലിയ മത്സരങ്ങൾ ഇവിടെ കാണാനിടയാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് തെളിവാണ് ഈ ജനക്കൂട്ടം. എല്ലാം കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ ഞങ്ങളുടെ ചിന്തയിൽ ഒഴുകി നടന്നിരുന്നത് അടുത്ത കൊല്ലത്തെ റേസ് തന്നെ. എന്തായാലും ഈ തവണ ഞങ്ങൾക്ക് ഇത്രയേ സാധിച്ചുള്ളൂ.
ഇതിലും മികച്ച തിരിച്ചുവരവ് ഞങ്ങൾക്ക് നടത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയക്കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനായി സമയവും വേണം, അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടുകയും വേണം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ റേസിൻ്റെ തുടക്കമാണ്. വലതുവശത്ത് അങ്ങേയറ്റം കാണുന്നതാണ് ഞങ്ങൾ. ആദ്യത്തെ ലീഡ് അതല്ലെങ്കിൽ ഇനീഷ്യൽ ടോർക്ക് ഒരു പക്ഷേ അവിടെ വന്ന കാറ്റഗറികളിൽ ഏറ്റവും മികച്ചത് ഞങ്ങളുടെ തന്നെയായിരുന്നു. ലീഡ് നിലനിർത്താൻ സാധിച്ചത് വെറും 100-125 മീറ്റർ മാത്രം. പക്ഷേ നീണ്ട 4 കിലോമീറ്റർ നീളുന്ന ട്രാക്കിൽ ഞങ്ങൾ ഓടിയെത്തുമ്പോഴത്തേക്കും വിദൂരതയിൽ പിന്നിലായിരുന്നു. അതിനർത്ഥം ടോപ്പ് സ്പീഡ് റീച്ച് ചെയ്യാൻ ഞങ്ങൾ പാടെ പരാജയപ്പെട്ടു എന്ന് മാത്രമാണ്. അതെന്തായാലും അടുത്ത വരവിൽ ഇങ്ങനെയാവില്ല. മടക്കയാത്രയിൽ ഞങ്ങൾക്ക് നിരാശയാണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. ആദ്യമായി ഒരു റേസിൽ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ മാത്രമായിരുന്നു. എന്നിരുന്നാലും അടുത്ത തവണ വരുമ്പോൾ ബോട്ടുകളിൽ ഏറെ മാറ്റമുണ്ടാവും, എൻജിൻ സ്പെസിഫിക്കേഷനിലും മാറ്റമുണ്ടാവും. എന്തായാലും ഈ പറയുന്ന റേസ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകിയ ഒരു നിമിഷം മാത്രമായിരുന്നു. എന്തായാലും പൂർവാധികം ശക്തിയോടുകൂടി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും.